വിശുദ്ധ പരമദൈവകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കള് വിശ്വാസത്തിനും പ്രത്യാശയും ദൈവസ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ട് നിൽക്കണം. ഓരോ രോഗങ്ങൾ, ഓരോ ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങൾ കർത്താവ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥർ എടുത്തു മാറുന്ന സമയമാണ്. സ്തുതികളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അങ്ങയുടെ തിരുമുറവാഴ്ന്ന വലതുകര, അനുഗ്രഹത്തിന് വലതുകര, പരിശുദ്ധ അമ്മ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകൻ്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ ആശീർവദിക്കണമേ, മക്കളില്ലാത്തവരെ ആശീർവദിക്കണമേ, മാർഗരോഗികളെ ആശീർവദിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ. എലിയാവിൻ്റെ പ്രാർത്ഥനയെ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കർത്താവ് മഴ പെയ്ച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ, മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് കർത്താവെ അഞ്ഞു വീശണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കൊടിയക്കാറ്റടിക്കണമേ, ആത്മക്കാറ്റാൽ അങ്ങയുടെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതൽ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകേണ്ട ജോലിയില്ലാത്തവർ, വിട്ട് തളർന്നു കിടക്കുന്നവർ, മഹാരോഗികൾ, മാർഗരോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു കുഞ്ഞുങ്ങളില്ലാത്തവരെ ആശുപത്രിയിൽ കിടക്കുന്നവരെ, കർത്താവ് ജോലിയില്ലാത്തവരെ, സമാധാനം ഇല്ലാത്തവരെ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവരെ, ഭാര്യ വെള്ളക്കന്മാരുന്നവരെ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവരെ കർത്താവ് അവരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് തകരാറുള്ളവർ കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴേ ചൂടനുഭവിക്കട്ടെ. കർത്താവ് നീ അവരെ സ്പർശിക്കുന്നു, നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു. അവിടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം നൽകുന്നുവെന്നുണ്ട്. അടയാളമായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് ശരീരത്തിൽ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്ന അവരെല്ലാം കർത്താവിനെ അഭിഷേകം സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം ത്വക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, വിസർപ്പ് രോഗികൾ, PCOD രോഗികൾ, അലർജി രോഗികൾ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടികൊഴിച്ചിലുള്ളവർ, ശരീരത്തിലെ വേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി കണ്ടേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ വികൃത ജോലിയില്ലാത്തവർ, പഠനങ്ങളുടെ പരീക്ഷകൾ പരാജയപ്പെട്ടവർ കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് ജീവിക്കുന്നവർ, കർത്താവ് ഒരു മറുപടി ഇല്ലാതെ വിഷമിക്കുന്നവർ, കർത്താവ് എല്ലാം തെലഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തെ കർത്താവ് യൂട്ടേൺ എടുപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ.